ഇപ്പോൾ എന്നോടൊപ്പം ഹൻസിബയും സരയും ഒക്കെ ചേരുന്നത്. ഞാൻ ഹൻസിബയിലേക്ക് പോകണം. ഹൻസിബ ഒരു പ്രധാനപ്പെട്ട ഒരു സമരം കൂടിയായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേൽ ഒരു പേരിടാൻ പോലുള്ള സ്വാതന്ത്ര്യമില്ല എന്നുള്ള ചോദ്യം കൂടെ നിൽക്കുകയാണ്. എന്താണ് നിങ്ങളുടെ നിലപാട്? അല്ല, നമുക്കങ്ങനെ പേരുകൾ മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. കാരണം ഒരുപാട് പേരുകളുണ്ടല്ലേ. അപ്പോൾ ഈ പേരുകൾ ഇടാൻ പാടില്ല, ഇന്ന പേരുകൾ ഇടാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കഥാപാത്രത്തിന് പേര് നൽകുമ്പോൾ പോലും ഒരു എഴുത്തുകാരൻ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ഈ പേര് ഇടാൻ പറ്റുമോ? ഭയങ്കര ഒരു വിഷമമുള്ളൊരു കാര്യമാണ്. ചിലപ്പോൾ ഒരു കഥാപാത്രത്തിന്റെ ആ പേരിലൂടെ ആയിരിക്കാം സിനിമ സഞ്ചരിക്കുന്നത്. അപ്പോൾ ആ സിനിമയുടെ കഥാഗതിയെ തന്നെ മാറ്റുന്നതായിരിക്കാം ആ പേര്. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കഥയിൽ ഒരു കഥാപാത്രത്തിന് പേരിടുമ്പോൾ അത്രത്തോളം ചിന്തിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് ഒരു അരാജകത്വം ഫീൽ ചെയ്യും നമുക്ക്. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം. സിനിമ എന്ന് പറയുമ്പോൾ സിനിമയായി കാണുക, അത്രയേ ഉള്ളൂ. സിനിമ കണ്ട് ഇൻഫ്ലുവൻസ് ആവുന്നവരുണ്ട്, ഇൻഫ്ലുവൻസ് ആവാത്തവരുണ്ട്. ചിലവര് സിനിമ കണ്ടിട്ട് വെറും എന്റർടൈൻമെന്റിന് മാത്രം കാണുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ സിനിമയെ സിനിമയായി മാത്രം കാണുക, അല്ലാതെ നമ്മുടെ റിയൽ ലൈഫിലുള്ള കാര്യങ്ങൾ സിനിമയിൽ അതുപോലെ ചെയ്യാൻ പറ്റില്ല അല്ലെ. ഇപ്പൊ സിനിമ നമ്മൾ കാണുന്ന സമയത്ത് ഒളിച്ചോടി പോകുന്ന കാമുകനും കാമുകിയും നമ്മളിരുന്ന് കൈയടിച്ച് സപ്പോർട്ട് ചെയ്യും അല്ലെ. പക്ഷെ നമ്മൾ റിയൽ ലൈഫിൽ നമ്മളെ വീട്ടിലൊരു കുട്ടി ഒളിച്ചോടി പോയെന്ന് വിചാരിക്കുക, നമ്മൾ കൈയടിച്ച് സപ്പോർട്ട് ചെയ്യില്ല. റീലും റിയലും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് സിനിമ സിനിമയായി മാത്രം കണ്ടാൽ മതി, അപ്പൊ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അത്. അതോടൊപ്പം തന്നെ ഈ അടുത്തിടയ്ക്ക് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പേരുകൾ റിലീസ് ചെയ്ത സിനിമകളുണ്ട്. മാത്രമല്ല ഈ സിനിമയുടെ ട്രെയിലർ സെൻസർ ചെയ്യുന്ന സമയത്ത് പോലും ഒരു കുഴപ്പവുമില്ല. റിലീസ് ഡേറ്റ് അടുക്കുമ്പോഴാണ് ഈ പ്രശ്നം. അതിലെന്താ തോന്നുന്നത്? റിലീസ് ഡേറ്റ് അടുക്കുന്ന സമയത്ത് അത് എന്തുകൊണ്ടാണെന്നാണ് എനിക്ക് അത്ഭുതം. കാരണം എപ്പോഴും ഒരു സിനിമ അത് ആദ്യം ആ ഒരു സിനിമ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഡയറക്ടറും അദ്ദേഹത്തിന്റെ ടീമും കഷ്ടപ്പെടുന്ന ഒരുപാട് വർഷത്തെ എഫേർട്ടായിരിക്കും ഒരു പ്രൊഡ്യൂസറെ കണ്ടെത്തുക എന്നുള്ളത്. അങ്ങനെ ആ പ്രൊഡ്യൂസർ വന്നതിന് ശേഷം സിനിമ ഉണ്ടാക്കുന്നു. സിനിമ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് നല്ല രീതിയിൽ റിലീസ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എത്ര മനോഹരമായ സിനിമയാണെന്നുണ്ടെങ്കിൽ ഓൺ ടൈമിന് റിലീസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സിനിമ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ ഒരു സിനിമ റിലീസാവുന്ന ആ ഒരു സമയത്ത് ഇതൊന്നും നോക്കാതെ സിനിമയ്ക്കെതിരെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളത് പറയുമ്പോൾ വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് മലയാളത്തിലെ സിനിമകളുടെ പ്രൊഡക്ഷൻ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എത്ര പേർക്ക് സിനിമയുണ്ട് ഇപ്പോൾ? വളരെ കുറച്ച് ആർട്ടിസ്റ്റുകൾക്കേ സിനിമയുള്ളൂ. എന്നാൽ സിനിമയിലൂടെ ഉപജീവനമാർഗം കണ്ടെത്തുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ സിനിമയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുമ്പോൾ സിനിമയുടെ എണ്ണം വീണ്ടും ഗണ്യമായി കുറയുകയും ആളുകൾക്ക് അവസരം കിട്ടാതിരിക്കുകയും അവരുടെ ഉപജീവന മാർഗം മുടങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പം അത്തരത്തിലുള്ളൊരു കാര്യം ഉണ്ടാവരുത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മൗലിക അവകാശങ്ങളുണ്ട്. ആ അവകാശത്തിൽ പെട്ടത് തന്നെയാണ് ഇതും എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ചെയ്യേണ്ട ഒരു കാര്യം.